ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വേദിക് മാത്സിലെ തേർഡ് പാർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിലെ ടോപ്പിക് എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള മെത്തേഡാണ്. നമ്മൾ എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടെത്താം? ഇവിടെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇപ്പോൾ 4 × 4 അല്ലെങ്കിൽ 4² = 16 അല്ലേ? 16 എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? 16 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേപോലെ 9 × 9 81. 81 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നേരെ മറിച്ച് 15 ആണെങ്കിലോ? 15 ആണെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുമോ? ഇല്ല, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് പോയിന്റ് വൈസ് അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു സിമ്പിൾ മെത്തേഡാണ്. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിൽ നമുക്ക് റൂട്ട് ഓഫ് 21904 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോമ യൂസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യണം. കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 40 അതിനെ വേറൊരു ഇതിലേക്ക്, 91 അതിനെ വേറെ ടീമാക്കുക, പിന്നെ 2 അതിനെ ഒറ്റയ്ക്കാക്കുക. അതെങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തത് നോക്കാം. ഇപ്പോൾ ഇത് സ്ക്വയറിന്റെ രീതിക്കായതുകൊണ്ട് 2 സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ കോമ ഇടാൻ. ക്ലിയർ ആണല്ലോ? 2 സ്പേസ് വിട്ടിട്ട് കോമ ഇടാം. 40 അതൊരു ഗ്രൂപ്പ്, 91 അതൊരു ഗ്രൂപ്പ്, 2 പിന്നെ വേറെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അതിനൊറ്റയ്ക്ക് വെച്ചു. ഇനി വേറൊരു വാല്യൂ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 2 സ്പേസ് വിട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് 2. ഫസ്റ്റ് നോക്കേണ്ട ആ 2 ആണ്. ആ 2ന് അടുത്തുള്ള ആരെ വരിക? ഇപ്പോൾ അവിടെ ഇൻ ദ കേസ് ഓഫ് 2ന്റെ കേസിൽ നമുക്ക് ഒരു 8 ആണ് വിചാരിക്കുക. 8ന് മുമ്പുള്ള സ്ക്വയർ ആരേക്കാരം? 4 ആണ്. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പം 9 ആണെങ്കിൽ 9 പറയുമ്പോൾ 9 തന്നെ ഉണ്ട്. 3ന്റെ സ്ക്വയർ 9. ക്ലിയർ ആണോ? അതേപോലെ 2 പറയുമ്പോൾ തൊട്ടടുത്ത് 1 ഉള്ളത്. 1ന്റെ സ്ക്വയർ 1. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഈ 1ന്റെ സ്ക്വയർ 1 എന്നുള്ള രീതിക്ക് ആ ഒരു 1നെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നുള്ളത് ഈ ഒരു 1നെ താഴെ ആ 2ന്റെ ഉള്ളിലേക്ക് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചു തരാം. 1² = 1, 2² = 4. ഈ ഒരു ടേബിൾ എല്ലാവർക്കും അറിയില്ല. ഇതൊന്ന് പഠിച്ചേക്കണേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 10 വരെ പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ പോലെ മൈനസ് ചെയ്യണം. 2 - 1 എത്രയാണ് കിട്ടുക? 1 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിനെയും കൂടി അരക്കിടണം. ആരെ ഗ്രൂപ്പ്? 1 ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 119 എന്ന് കിട്ടും. ഇനിയുള്ളത് 119 ഇതിൻ്റെതാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടി നേരത്തെ 1 അല്ലായിരുന്നോ? നേരത്തെ നമ്മൾ ചെയ്തത് 1 ആയിരുന്നു. ആ 1നെ എടുത്തിട്ട് നമ്മൾ 1 × 2 ചെയ്യണം, അല്ലെങ്കിൽ 1 + 1 ചെയ്യാം. ഓക്കെ, 2 ടൈംസ് അതിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അവിടെ 1ന്റെ പ്ലേസിൽ 4 ആണെങ്കിൽ എന്ത് ചെയ്യും? 4 + 4 അല്ലെങ്കിൽ 4 × 2. ഓക്കെ, എന്തായാലും രണ്ടായാലും 8 അല്ലേ കിട്ടുക. അങ്ങനെ അതിൻ്റെ ഇരട്ടി കണ്ടെത്തുക. അപ്പോൾ 1 × 2 എത്രയായിരിക്കും? 2. ഈ 2നെ അവിടെ കൊടുക്കുക. ബട്ട് 2നെ മാത്രമല്ല വെച്ച് ചെയ്യേണ്ടത്. 2ന്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു വാല്യൂ ഉണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ 24 × 4 = 119 ആണോ നോക്കുക. 22 × 2 = 119 ആണോ നോക്കുക. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് കൊടുക്കുന്നത് അതിനെ ഒന്നും കൂടി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ വാല്യൂ കൂടി കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യണം ഞാൻ നോർമലി നമ്മൾ 5 വെച്ചാണല്ലോ ചെയ്യുന്നത് സെൻറ്ററിലുള്ള ഒരു പോർഷൻ. ഓക്കെ, അപ്പോൾ 25 × 5 = 125. അപ്പോൾ 125 എന്ന് പറയുന്നത് 119 വലുതാണോ ചെറുതാണോ? ചെറുതാണ്. അപ്പോൾ എന്തായാലും അതിലേറെ 119 ചെറുതായിട്ടുള്ളതാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ 25 ചെറുത്. 25ന്റെ അടുത്തുള്ളത് ആരേക്കാരം? 24. കാരണം എന്ന് വെച്ചാൽ 125ഉം 119ഉം എടുത്തെടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 24 നോക്കി നോക്കാം. 24 × ബ്രാക്കറ്റിൽ ആരേക്കാരം വരെ 4 അല്ലേ? അപ്പോൾ 4നെ തന്നെ കൊടുക്കാം. 24 × 4 എത്രയായിരിക്കും കിട്ടുക? 96. 96 പറയുന്നത് 119 ചെറുതല്ലേ? യെസ്,
അപ്പൊ നമുക്ക് 96 അവിടെ എഴുതണം. ഓക്കെ, ഇനി വേണ്ടത് ബ്രാക്കറ്റിനുള്ളിൽ ഈ 4നെ എടുത്തിടാം. 24 × 4, ആ 4നെയാണ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നത്. ക്ലിയർ അല്ലേ? 96നെ അവിടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ആ അടുത്ത ഗ്രൂപ്പിനെ താഴോട്ട് ഇടണം. മൈനസ് ചെയ്തപ്പോൾ 23 കിട്ടി, അടുത്ത ഗ്രൂപ്പിനെ താഴോട്ടും കൊടുക്കാം 04. ഓക്കെ, 2304 ആണ്. ഇനി നേരത്തെ ചെയ്ത പോലെ 1ലേക്ക് 1 കൂട്ടിയ പോലെ ഇവിടെ എന്ത് ചെയ്യണം? 24ലേക്ക് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള വാല്യൂനെ കൂട്ടണം. 24 + 4 ചെയ്യാം. ഓക്കെ, കാണിച്ചു തരാം. 24 പ്ലസ് ആ ബ്രാക്കറ്റിനുള്ളിലുള്ള വാല്യൂ ഒന്നും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 28 കിട്ടും. അപ്പൊ നമ്മൾ അതുപോലെ ഇവിടെ വെക്കുക. നേരത്തെ 2 കിട്ടിയ ആ 2നെ അവിടെ വെച്ചു. അതേപോലെ ഇവിടെ 28 ആണ് കിട്ടിയ 28നെ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അതേപോലെ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ എത്രയോ ഒരു വാല്യൂ വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 282 × 2 = 1525. എന്തുകൊണ്ടാണ് ഞാനിവിടെ 285 × 5 ചെയ്യാത്തത്? കാരണം ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്ര കൊണ്ട് അവസാനിക്കുന്നത്? 4 ഉണ്ട്. 4 കൊണ്ട് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2ന്റെ സ്ക്വയർ ആയിക്കാരം, അല്ലെങ്കിൽ എന്തിന്റെ സ്ക്വയർ ആയിക്കാരം? 8ന്റെ സ്ക്വയർ ആയിക്കാരം. ക്ലിയർ ആണല്ലോ? 2 × 2 4, 8 × 8 64, എല്ലാം 4 കൊണ്ടല്ലേ അവസാനിക്കണത്. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യാം. അപ്പൊ 282 × 2 = 1525. ഇത് 2305 ചെറുതാണ് വലുതാണോ? ചെറുതാണ്, തൊട്ടടുത്ത് കൂടി വന്നിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി പറയാം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് 288 80 കാരണം ബ്രാക്കറ്റിൽ വരിക. ഓക്കെ, 288 × 8 = 2304. ക്ലിയർ അല്ലേ? രണ്ടും ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ എന്തായിരിക്കും? 8 ആണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ആ വാല്യൂനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2304, ആൻസർ 0 കിട്ടി. അപ്പോൾ ഇനിയുള്ളത് ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ്, ബ്രാക്കറ്റിനുള്ളിൽ കിട്ടിയ വാല്യൂസ്, അതേപോലെ 1, ഇതിനൊക്കെ നമ്മൾ എടുത്ത് എഴുതണം. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ √21904 എന്ന് പറയുന്നത് എന്തായിക്കാരം? =1. ഈ 1 വന്നു. അടുത്ത ബ്രാക്കറ്റിൽ കിട്ടിയ 4, അതുപോലെ തന്നെ അടുത്ത ബ്രാക്കറ്റിൽ കിട്ടിയ 8. ക്ലിയർ ആണല്ലോ? ഇതാണ് ആൻസർ 148.